ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രിൻസ് ഹീച്ചിങ്ങിനും വാനറിനും മാക്കുൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ്. മരുന്നിന്റെ പൈസ ചോദിച്ച പ്രിൻസ് ഹീച്ചിങ്ങിനെ മാക്കൂൻ തന്റെ ആൾക്കാരെ വെച്ച് ആക്രമിക്കാൻ നോക്കിയപ്പോൾ വാനർ ഇടപെട്ടിട്ട് പറയുന്നു, മാക്കൂൻ, നിങ്ങളല്ലേ എനിക്ക് വാക്ക് തന്നത്, നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഇനി ഒരിക്കലും പാവത്തിങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന്. ഇപ്പോഴേ നിങ്ങൾ വാക്ക് തെറ്റിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ, അതിന് ഞാൻ ഇയാളെ കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ, എന്റെ ഇത് മാറുവോളം അയാളും ഇവിടെ വേണം, അയാൾ കൊണ്ടുവന്ന മരുന്ന് നല്ലതാണോ അല്ലയോ എന്ന് എനിക്ക് ഉറപ്പിക്കണ്ടേ എന്ന് പറഞ്ഞ് പ്രിൻസ് ഹീച്ചിങ്ങിനെ അവിടെ കെട്ടിയിടുന്നു. മാക്കൂൻ വാനറിനോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയിരുന്നത്. ഇപ്പുറത്ത് സായിഷുവിന്റെ വീട്ടിൽ കിങ്ങും കൂട്ടരും തിരിച്ച് പാലസിലോട്ട് പോവാൻ ഡിസൈഡ് ചെയ്യുന്നു. അവരെല്ലാവരും തിരിച്ചു പോകുന്ന കാര്യം ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കെ സായിഷു അങ്ങോട്ട് കയറി വന്ന് പറയുന്നു, ഞാനും ഇവിടെ നിൽക്കുന്നില്ല, ഇവിടെ നിന്ന് പോവുകയാണ്, ഇവിടുത്തെ എല്ലാ വേലക്കാരികളെയും ഞാൻ പിരിച്ചു വിട്ടു, ഞാനിനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് സായിഷു പറഞ്ഞപ്പോൾ കിങ് പറയുന്നു, നീ എവിടേക്കും പോവണ്ട, നിന്റെ അച്ഛൻ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും ബിസിനസ്സും എല്ലാം നീ ഏറ്റെടുക്കണം, ഈ വീടും ഞാൻ നിനക്ക് റിവാർഡായിട്ട് തരാം എന്ന് പറഞ്ഞപ്പോൾ അവൾ കിങ്ങിനോട് താങ്ക്സ് പറയുകയും തന്റെ അച്ഛൻ കിങ്ങിനോട് ചെയ്ത എല്ലാ ദ്രോഹങ്ങൾക്കും അവളുടെ ഹാർഡ് വർക്കിലൂടെ കിങ്ങിന് പ്രായശ്ചിത്തം ചെയ്യാം എന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. ഇപ്പുറത്ത് മാക്കൂന്റെ താവളത്തിൽ അവന്റെ ആൾക്കാരെല്ലാവരും അവരവരുടെ കാര്യത്തിൽ മുഴുകി നിൽക്കുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന മാക്കൂനെ വാനർ വിളിച്ചു നോക്കിയപ്പോൾ പ്രിൻസ് ഹീച്ചിങ് പറയുന്നു, നീ അവനെ വിളിക്കേണ്ട, ഞാൻ അവന്റെ മരുന്നിൽ മയക്കുമരുന്ന് ചേർത്തായിരുന്നു, നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവണം എന്ന് പറഞ്ഞ് അവരെ എസ്കേപ്പ് ആവാൻ ശ്രമിച്ചപ്പോഴത്തേക്കിനും മാക്കൂൻ പെട്ടെന്ന് ഉണർന്നിട്ട് വിസിലടിച്ച് അവന്റെ എല്ലാ ആൾക്കാരെയും പെട്ടെന്ന് അകത്തോട്ട് വിളിച്ചു വരുത്തി. മാക്കൂൻ പറയുന്നു, എനിക്ക് നിന്നെ കണ്ടപ്പോഴേ ചെറിയൊരു സംശയമുണ്ടായിരുന്നു, പക്ഷെ പ്രിൻസ് ഹീച്ചിങ് ആകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല, എന്തായാലും പ്രിൻസ് ഹീച്ചിങ്ങിനെ ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും പിന്നെയും അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പുറത്ത് വിൻഡോ പേപ്പറുമായിട്ട് പുറത്തോട്ട് പോകുന്ന സായിഷുവിനോട് കിങ് കാര്യം തിരക്കിയപ്പോൾ തന്റെ കയ്യിൽ പൈസ ഇല്ലാന്നും ഈ വിൻഡോ പേപ്പർ നല്ല വിലപിടിപ്പുള്ളതായതുകൊണ്ട് അത് വിറ്റിട്ട് കടങ്ങൾ തീർക്കാനാണ് പോകുന്നതെന്നും പറയുന്നു. ഈ വിൻഡോ പേപ്പർ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഇത് മിനിസ്റ്റർ ചിയാന്റെ വൈഫ് തന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണെന്ന് പറയുന്നു. അത് കണ്ടിട്ട് ലൂ പറയുന്നു, കിങ്ങെ ഇത് ഒരുപാട് വിലപിടിപ്പുള്ളതാണ്, പാലസിൽ പോലും ഇതൊന്നേ ഉള്ളൂ. അപ്പോൾ കിങ് പറയുന്നു, പുറമേ സിമ്പിളായി കാണുന്ന മിനിസ്റ്റർ ചിയാന് ഇത്രയും സമ്പാദ്യം എവിടെ നിന്നാണ്, ഇതിൽ നമ്മൾ കാണാതെ പോയ എന്തോ ഒരു സത്യമുണ്ട് എന്ന് കിങ് പറഞ്ഞപ്പോൾ കോങ് പറയുന്നു, മിനിസ്റ്റർ ചിയാന്റെ ആളാണ് മിനിസ്റ്റർ സായിയെ അന്ന് അമ്പ് ചെയ്ത് കൊന്നത്, മിനിസ്റ്റർ സായിയെ അറസ്റ്റ് ചെയ്താൽ സത്യം പുറത്തു വരുമോ എന്ന് പേടിച്ചിട്ടാവും അയാളെ കൊന്നത്, വേഗം തന്നെ മിലിറ്ററി റിലീഫ് പാലസിൽ എത്തിക്കാൻ ഓർഡർ കൊടുക്കാൻ പറഞ്ഞ് ലൂവിനെ മിനിസ്റ്റർ ചിയാന്റെ വീട്ടിലോട്ട് കിങ് പറഞ്ഞു വിടുന്നു. മിനിസ്റ്റർ ചിയാനാട്ടെ കിങ്ങിന്റെ ഓർഡർ കിട്ടിയതും അവന്റെ ബോഡി ഗാർഡിനോട് പറയുന്നു, നീ പെട്ടെന്ന് തന്നെ ഈ മിലിറ്ററി റിലീഫ് മുഴുവനും മിനിസ്റ്റർ സൂയിയുടെ പ്രൈവറ്റ് ആർമി ഉള്ള സ്ഥലത്തോട്ട് കൊടുത്തു വിട്ടേക്ക്. അത് കേട്ടതും അവന്റെ ബോഡി ഗാർഡ് കിങ്ങിനെ പറ്റിച്ചാൽ നമുക്ക് വധശിക്ഷ കിട്ടത്തില്ലയോ എന്ന് ചോദിച്ചപ്പോൾ അവന്റെ മുഖത്തടിച്ചിട്ട് മിനിസ്റ്റർ ചിയാൻ പറയുന്നു, കിങ്ങിനേക്കാൾ നമ്മളിപ്പോ പേടിക്കേണ്ടത് മിനിസ്റ്റർ സൂയിയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചാൽ മതി എന്ന് അവൻ ഓർഡർ കൊടുക്കുന്നു. ഇതിനിടയിൽ എസ്കേപ്പ് ആയ ലീറ്റാവോ കിങ്ങിനെ കാണാൻ തിരിച്ചു വരുന്നു. അവന്റെ കൂടെയുള്ളവർ നമ്മൾ കഷ്ടിച്ചല്ലേ അന്ന് എസ്കേപ്പ് ആയത്, എന്തിനാ പിന്നെയും ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നു, എംപറർ ചിയാൻ അയാളുടെ രാജ്യത്തെ വരൾച്ച തടയാൻ അയാൾ എന്തോ ഒരു സീക്രട്ട് മാർഗം കണ്ടുപിടിച്ചു എന്ന് ഞാൻ അറിഞ്ഞു, നീ മെല്ലെ പോയി അതെന്താണ് എന്ന് കണ്ടുപിടിക്ക്, ഞാൻ ഇവിടെ നിന്ന് കിങ്ങിനെ നിരീക്ഷിക്കാം എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നു. ഇങ്ങനെ മിനിസ്റ്റർ ചിയാനെ സംശയമുള്ളത് കൊണ്ട് തന്നെ ക്യാപിറ്റലിലോട്ട് അവൻ കയറ്റിവിടാൻ നിന്ന മിലിറ്ററി റിലീഫിനെ അവൻ ഒന്നുകൂടി റീചെക്ക് ചെയ്തു. കിങ് പ്രതീക്ഷിച്ച പോലെ തന്നെ അതിൽ അരി വളരെ കുറവായിരുന്നു. ബോക്സ് നിറയെ പലക നിറച്ചിട്ട് മേലെ മാത്രം കുറച്ച് അരിയേ ഉണ്ടായിരുന്നുള്ളൂ. താൻ പെട്ടു എന്നറിഞ്ഞപ്പോൾ മിനിസ്റ്റർ ചിയാൻ തന്നെ ആരോ ചതിച്ചതാണെന്നും താനല്ലാതെ ചെയ്തതെന്ന് പറഞ്ഞെങ്കിലും കിങ് അതൊന്നും അംഗീകരിച്ചില്ല. അവനെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇട്ടു. അപ്പോഴത്തേക്കിനും മിനിസ്റ്റർ ചിയാൻ ആരെയോ അറിയിക്കാൻ വേണ്ടി സിഗ്നൽ കൊടുക്കുകയും എവിടെ നിന്നൊക്കെയോ ഒരുപാട് ഫൈറ്റേഴ്സ് വന്ന് അവിടെ ഫൈറ്റ് നടക്കുകയും ചെയ്തു. ഫൈറ്റേഴ്സിന്റെ എണ്ണം കൂടുന്തോറും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് പെട്ടെന്ന് ലീറ്റാവും കൂട്ടരും അങ്ങോട്ട് വരികയും അവരെ എല്ലാവരെയും അടിച്ചൊതുക്കുകയും ചെയ്തത്. പക്ഷേ മിനിസ്റ്റർ ചിയാനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഫൈറ്റിനിടയിൽ ഒന്ന് ശ്രദ്ധ മാറിയപ്പോൾ അവൻ അവിടുന്ന് രക്ഷപ്പെട്ടിരുന്നു. കിട്ടിയ ചാൻസ് മുതലാക്കി ലീറ്റാവോ പറയുന്നു, കണ്ടോ, ഞാനും എന്റെ ആൾക്കാരും ഇല്ലായിരുന്നെങ്കിൽ എല്ലാം കൂടി ഇപ്പൊ പടമായേനെ. മിനിസ്റ്റർ ചിയാന്റെ വീടും സ്ഥാപനങ്ങളും ഒക്കെ സീൽ ചെയ്തിട്ട് മിലിറ്ററി റിലീഫ് പാലസിൽ എത്തിക്കാൻ ഓർഡർ കൊടുത്തിട്ട് കിങ്ങും കൂട്ടരും അവിടെ നിന്ന് സായിഷുവിന്റെ വീട്ടിലോട്ട് പോയി. അവിടെ എത്തിയതും കിങ്ങും ഹീറോയിനും കളിയാക്കുന്നത് പോലെ ലീറ്റാവിനെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ അവൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ കിങ് ചോദിക്കുന്നു, അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് മുങ്ങിയതല്ലേ, എന്തിനാ ഇപ്പൊ പിന്നെയും തിരിച്ചു വന്നേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നു, ഷിമി കിങ്ഡത്തിൽ ഇപ്പൊ ഭയങ്കര വരൾച്ചയാണ്, ഭക്ഷണമോ വെള്ളമോ ഒന്നും തന്നെ ഇല്ല, നിങ്ങളുടെ കിങ്ഡത്തിലെ വരൾച്ചയെ നിങ്ങൾ എങ്ങനെ അതിജീവിച്ചെന്ന് എനിക്ക് പറഞ്ഞു തരാമോ, അതറിയാൻ വേണ്ടിയായിട്ട് വന്നത് എന്ന് പറഞ്ഞപ്പോൾ കിങ് തമാശയ്ക്ക്, ഞാൻ ഒരിക്കലും നിനക്കത് പറഞ്ഞു തരത്തില്ല എന്ന് പറഞ്ഞ് അവനെ കളിയാക്കി വിടുന്നു. മിനിസ്റ്റർ ചിയാന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ മിനിസ്റ്റർ സൂയി, അതായത് വാനറിന്റെ അച്ഛനായ മിനിസ്റ്റർ സൂയിയുമായിട്ടുള്ള മിനിസ്റ്റർ ചിയാന്റെ ബന്ധങ്ങളെ തെളിയിക്കുന്ന ഒരുപാട് തെളിവുകൾ കോങ്ങിന് കിട്ടിയായിരുന്നു. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലൂവും ഹീറോയിനും കൂടി പരിക്കേറ്റ ഒരു പട്ടാളക്കാരനെ കൊണ്ടുവന്നത്. അവനെ കണ്ടതും നമ്മുടെ കിങ്ങിന് മനസ്സിലായി ഇത് പ്രിൻസ് ഹീച്ചിങ്ങിന്റെ ബോഡി ഗാർഡാണെന്ന്. അവിടെ നടന്ന എല്ലാ സംഭവവും കിങ്ങിനെ അവൻ അറിയിച്ചു. വാനറിനെ
മാക്കൂൺ തട്ടിക്കൊണ്ടുപോയി. അവളെ തിരക്കി പ്രിൻസ് ഹീച്ചിങ് പോയി. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രിൻസ് ഹീച്ചിങ്ങിനെ കാണാതായപ്പോൾ ഞാനും കുറച്ച് പട്ടാളക്കാരും കൂടി അവനെ രക്ഷിക്കാൻ അങ്ങോട്ട് പോയെങ്കിലും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. വാനറും പ്രിൻസ് ഹീച്ചിങ്ങും രണ്ടുപേരും അപകടത്തിലാണെന്ന് അറിയിച്ചു. ഇപ്പുറത്ത് മാക്കൂൺ പ്രിൻസ് ഹീച്ചിങ്ങിനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. എന്തിനാ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പ്രിൻസ് ഹീച്ചിങ് ചോദിച്ചപ്പോൾ നിങ്ങളുടെ മിലിറ്ററി റിലീഫ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ പേര് പറഞ്ഞ് മിനിസ്റ്റർ സൂയിയാണ് അതെല്ലാം തട്ടിക്കൊണ്ടു പോയത്. മിനിസ്റ്റർ സൂയി പറഞ്ഞത് കേട്ട് നിങ്ങളുടെ പട്ടാളക്കാർ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഒരുപാട് പേരെ കൊലപ്പെടുത്തി. അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രതികാരം വീട്ടുകയാണ്. പിന്നെ നിങ്ങളെ രക്ഷിക്കാൻ മിനിസ്റ്റർ സൂയിയും പട്ടാളവും വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. കാരണം വാനർ തട്ടിക്കൊണ്ടുവന്ന അന്ന് തന്നെ മിനിസ്റ്റർ സൂയിക്ക് ഞാൻ ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. പക്ഷെ അയാൾ പറഞ്ഞത് അയാൾക്ക് അഭിമാനമാണ് വലുത്, വാനറിനെ കൊന്നേക്ക് എന്നാണ്. നീ ഇവിടെ കിടന്ന് മരിച്ചോ, ഒരു പ്രിൻസസിനെ ഭാര്യയായി കിട്ടാൻ എനിക്ക് ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. മാക്കൂന്റെ സമൂഹം തന്നെ കൊള്ളക്കാരാണ്. ഒരുപാട് പ്രൊട്ടക്ഷനുള്ള ഏരിയ ആണ്. നമുക്കൊക്കെ അതിനകത്ത് കയറാനല്ലാതെ പുറത്തു വരാൻ കഴിയില്ല എന്ന് കരുതി ഇങ്ങനെ കിങ്ങും കൂട്ടരും എങ്ങനെ പ്രിൻസ് ഹീച്ചിങ്ങിനെ വാനറിനെ രക്ഷപ്പെടുത്തുക എന്ന് കരുതി വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്നും പറഞ്ഞ് ബബിൾ മേക്കർ കൊണ്ടുവന്നു. ഇതൊരു ബബിൾ മേക്കർ ആണ്. ഇതിനകത്ത് കൂടിയ ഇനത്തിലുള്ള പോയിസൺ നിറച്ചിട്ട് ബബിൾസ് ഉണ്ടാക്കി അവിടെയുള്ള ഗുണ്ടകളുടെ മേലെ നമുക്ക് വിടാം. അപ്പോൾ പോയിസൺ ഏറ്റ് അവർ താഴെ വീഴുന്ന തക്കം നോക്കി നമുക്ക് പ്രിൻസ് ഹീച്ചിങ്ങിനെയും വാനറിനെ രക്ഷിക്കാം. നമ്മുടെ ഹീറോയിന്റെ ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതങ്ങനെ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചുറപ്പിച്ചു. അങ്ങനെ അവരെല്ലാവരും അന്ന് രാത്രി മാക്കൂന്റെ താവളത്തിലെത്തി. ഒളിഞ്ഞിരുന്ന് ബബിൾസ് വിടാൻ നിന്നപ്പോഴാണ് ഒരു കൂട്ടം ആൾക്കാർ ബ്ലാക്ക് ഡ്രസ്സിൽ വന്നിട്ട് അവർ പരസ്പരം പറയുന്നുണ്ടായിരുന്നു കിങ്ങിന്റെ ഓർഡറാണ്, അവിടെയുള്ള ജീവനോടെ വിടരുത്, എല്ലാവരെയും കൊന്നിട്ട് വേണം വരാൻ എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോയി. അവരെ കണ്ടിട്ട് കിങ് പോലും ഷോക്കായി. കാരണം അവരാരാണെന്ന് കിങ്ങിന് പോലും അറിയത്തില്ലായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരെ കിങ് സെറ്റ് ചെയ്തിട്ടുമില്ലായിരുന്നു. കിങ്ങിന്റെ പേര് പറഞ്ഞ് ഇനി പ്രിൻസ് ഹീച്ചിങ്ങിനെയും വാനറിനെയും വരെ അവർ കൊല്ലുമോ എന്ന് കിങ് ഭയന്നു. അവരകത്ത് കയറിയതും ഭയങ്കരമായിട്ട് ഫൈറ്റിംഗ് നടന്നു. അതിന്റെ ഇടയിൽ കൂടി നമ്മുടെ കിങ്ങും കൂട്ടരും ബബിൾസ് വിടുകയും അവിടെയുള്ള എല്ലാവരും പോയിസണേറ്റ് താഴെ വീഴുകയും ചെയ്തു. അങ്ങനെ ഫൈറ്റൊന്നും ചെയ്യാതെ വളരെ നിഷ്പ്രയാസം കിങ്ങും കൂട്ടരും അകത്തേറി മാക്കൂനെ അറസ്റ്റ് ചെയ്തിട്ട് പ്രിൻസ് ഹീച്ചിങ്ങിനെയും വാനറിനെ രക്ഷപ്പെടുത്തി. വാനറിനെ ഡോക്ടറിനെ കാണിച്ചപ്പോഴാണ് വാനറിന് ഡ്രഗ്സ് കൊടുത്ത് മയക്കിയിട്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞത്. അങ്ങനെ പ്രിൻസ് ഹീച്ചിങ് അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും കിങ്ങിനോട് പറഞ്ഞു. അപ്പോഴാണ് കിങ്ങിനും വാനറിന്റെ അച്ഛനായ മിനിസ്റ്റർ സൂയി എത്രത്തോളം ക്രൂരനാണെന്നുള്ള കാര്യം അറിയുന്നത്. മിനിസ്റ്റർ സൂയി കിങ്ങിന്റെ അമ്മാവനുമാണ് വാനറിന്റെ അച്ഛനുമാണ്. അതുകൊണ്ട് തന്നെ നേരിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. അതേപോലെ വാനറിനെ ഒരിക്കലും ഇത് അറിയിക്കരുത് എന്ന് കിങ്ങിനെ കൊണ്ട് പ്രിൻസ് ഹീച്ചിങ് സത്യം ചെയ്യിക്കുകയും ചെയ്തു. അപ്പോൾ വാനറും തന്റെ അമ്മയും അറിയാതെ മിനിസ്റ്റർ സൂയിയെ വകവരുത്താനുള്ള ഒരു പ്ലാന് കിങ് പ്രിൻസ് ഹീച്ചിങ്ങിന് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പുറത്ത് മിനിസ്റ്റർ സൂയിയുടെ ബോഡി ഗാർഡ് വന്ന് പറയുന്നു, മിനിസ്റ്ററെ നമ്മൾ അയച്ച ആരും തന്നെ ജീവനോടെ ഇല്ല. മാക്കൂന്റെ താവളത്തിൽ ഒരാൾക്ക് പോലും ജീവനില്ല. മാക്കൂനും അവന്റെ ബോഡി ഗാർഡ്സും എല്ലാവരും മരിച്ചു കിടക്കുന്നുണ്ട്. വാനറിന്റെയും പ്രിൻസ് ഹീച്ചിങ്ങിന്റെയും ബോഡി പോലും അവിടെ കാണാനില്ല എന്ന് പറയുന്നു. ആ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കിങ്ങിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട മിനിസ്റ്റർ ചെയ്യാൻ അങ്ങോട്ട് വരികയും അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും പറയുകയും ചെയ്തു. അപ്പോഴാണ് മിനിസ്റ്റർ സൂയും കിങ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്നുള്ള കാര്യം അറിഞ്ഞത്. മിനിസ്റ്റർ സൂയി പറയുന്നു, കിങ്ങിന് പുറത്ത് നിൽക്കാനല്ല ഇഷ്ടം, എന്നാൽ പിന്നെ അവിടെ തന്നെ നിൽക്കട്ടെ. ഇനി ക്യാപിറ്റൽ മുഴുവൻ എന്റെ കൺട്രോളിലായിരിക്കും. പാലസിലുള്ള കിങ്ങിന്റെ ആൾക്കാരെ മുഴുവൻ മാറ്റിയിട്ട് നമ്മുടെ ആൾക്കാരെ ഇറക്കണം. സാധാരണക്കാർക്കൊന്നും കിങ്ങിനെ അറിയില്ല. അതുകൊണ്ട് തന്നെ കിങ്ങിന്റെയും എമിസേരിയുടെയും ഫോട്ടോ എല്ലായിടത്തും ഒട്ടിച്ചിട്ട് ഇവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണെന്നും ഇവരെ കാണുന്നവർ വേഗം തന്നെ അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് കിങ്ങിനും എമിസേരിക്കും, അതായത് നമ്മുടെ ഹീറോയിനും വധശിക്ഷ വിധിച്ചു. ഇപ്പുറത്ത് വാനറിന് അപ്പോഴും ബോധം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പ്രിൻസ് ഹീച്ചിങ് വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് വാനറിന് പെട്ടെന്ന് ബോധം തെളിയുകയും നമുക്ക് എന്താ പറ്റിയത്, നമ്മൾ എങ്ങനെയാ രക്ഷപ്പെട്ടത് എന്ന് ചോദിച്ചത്. കൂട്ടരും അവരെ രക്ഷിച്ച കാര്യങ്ങളെല്ലാം അവൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അതേപോലെ ക്യാപിറ്റലിൽ അവന് കുറച്ച് ജോലിയുണ്ടെന്നും അവൻ അവിടെ പോയിട്ട് വേഗം തിരിച്ചു വരാമെന്നും പിന്നെ കാലാകാലം നമുക്ക് ആരുടെയും ശല്യമില്ലാതെ ഒരുമിച്ച് ജീവിക്കാമെന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഇപ്പുറത്ത് വാനറിന് ബോധം തെളിഞ്ഞ കാര്യം കിങ്ങിനോടും ഹീറോയിനോടും ലൂ വന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും അവിടേക്ക് ലീറ്റാവും വന്നായിരുന്നു. അവൻ ഹീറോയിനോട് പറഞ്ഞു, ഇവരുടെ രാജ്യത്തെ എല്ലാ നല്ല കാര്യങ്ങളും നീയാണ് ചെയ്തത് എന്ന് ഞാൻ അറിഞ്ഞു. ഇവന്റെ കൂടെ നിന്നാൽ നിനക്ക് എന്ത് കിട്ടാനാണ്? ഇവൻ എംപററാണ്. അതുകൊണ്ട് തന്നെ ഇവൻ ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ കെട്ടേണ്ടി വരും. പക്ഷേ ഞാൻ സെക്കൻഡ് പ്രിൻസ് ആണ്. നീ എന്റെ കൂടെ വരികയാണെങ്കിൽ നീ മാത്രമായിരിക്കും എന്റെ പ്രിൻസസ് എന്നവൻ പറഞ്ഞു. അത് കേട്ടതും ഇവൻ പറയുന്നതിലും കാര്യമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഹീറോയിൻ കിങ്ങിനെ നോക്കിയപ്പോൾ കിങ് ദേഷ്യപ്പെട്ടു. ഓ എന്റെ പൊന്നെ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ്, എനിക്ക് തന്നെ മാത്രം മതി എന്ന് പറഞ്ഞ് അവൾ ആശ്വസിപ്പിച്ചു. ഭക്ഷണം കഴിക്കുന്ന നേരത്തൊന്നും സായിഷുവിനെ കാണാത്തതുകൊണ്ട് ലീറ്റാവോ അവളെ അന്വേഷിച്ചു പോയി. അവളുടെ മെയ്ഡ് പറയുന്നു, മിസ് വളരെ ബിസിയാണ്, ഊണും ഉറക്കവുമില്ലാതെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ട്നേഴ്സിനൊക്കെ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടതും ലീറ്റാവോ അവളുടെ അടുത്ത് പോയി പറയുന്നു, നീ ഇങ്ങനെ ആരോഗ്യം നശിപ്പിച്ചിട്ട് ഓരോന്നും ചെയ്തിട്ട് കാര്യമില്ല.
ഞങ്ങളെല്ലാവരും ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഞാൻ നിന്നെ കാത്തിരിക്കും എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോയി. അങ്ങനെ സായിഷുവും അവരുടെ കൂടെ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ ഇരുന്ന് എല്ലാവരും സന്തോഷത്തോടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ കിങ്ങും ഹീറോയിനും അതേപോലെ വാനറും പ്രിൻസ് ഹീച്ചിങ്ങും പരസ്പരം ഫുഡ് കഴിപ്പിക്കുകയും പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ കണ്ടിട്ട് ലീറ്റാവോനും സായിഷുവിനും വളരെ ബുദ്ധിമുട്ട് തോന്നി. ഇത് കാണാനാണോ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് സായിഷു എണീച്ചു പോവാൻ നിന്നപ്പോൾ ലീറ്റാവോ അവളെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നു, എന്താ വാഴ നിങ്ങൾ ഈ കാണിക്കുന്ന, കുറച്ച് മാനവും മര്യാദയൊക്കെ വേണേ, ഞങ്ങളും ഇവിടെ ഉണ്ടെന്നുള്ള ബോധത്തോടെ പെരുമാറ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവരെല്ലാവരും ഫുഡ് കഴിച്ച് മടങ്ങി. തിരിച്ച് വീട്ടിലെത്തിയ ശേഷം ഹീറോയിനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ കിങ് പറയുന്നു, നീ ഒരിക്കലും വിഷമിക്കരുത്, ലീറ്റാവോ പറഞ്ഞു വന്നു, നീ മനസ്സിലെടുക്കരുത്, ഈ ജീവിതത്തിൽ എനിക്ക് നീ മാത്രമേ ഭാര്യയായി ഉണ്ടാവുള്ളൂ എന്ന് വാക്ക് കൊടുക്കുന്നു. പിറ്റേന്ന് സായിഷുവിന്റെ നാട്ടിൽ മഴ പെയ്യുന്നത് കണ്ട് കിങ് പറയുന്നു, ക്യാപിറ്റലിലും മഴ പെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സന്തോഷത്തോടെ മഴയത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. മഴവെള്ളം കയ്യിൽ വീണതും അവളുടെ കൈ അപ്രത്യക്ഷമായി. അവൾ വെറുതെ ഹാലുസിനേറ്റ് ചെയ്തതാണെന്ന് കരുതി ഒന്നുകൂടി അവൾ നോക്കിയതും ഒന്നുകൂടി മഴവെള്ളം തട്ടിയതും അവളുടെ കൈ ഫെയ്ഡ് ആവാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അന്താളിച്ച് നിൽക്കുന്ന ഹീറോയിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് ടൈപ്പ് ചെയ്യുകയും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്